അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. വേണേ പറയാം, ഈ വാർത്ത ക്യാൻസൽ ചെയ്തേ പറ്റൂ. നിങ്ങൾ ഈ വാർത്ത ക്യാൻസൽ ചെയ്തേ പറ്റൂ. മുഖ്യമന്ത്രി സ്വീകരിക്കാൻ ഞാൻ വന്നത് അതിജീവിതയുടെ കാര്യം പറയാനാണോ? നീ കുറച്ചു നേരം തന്നെ പഠിപ്പിക്കാൻ നിൽക്കുന്നല്ലോ. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫ് കൊടുക്കേണ്ടടുത്ത് കൊടുക്കും. അതാണ് ദീപയുടെ ഒരു ശൈലി. പിണറായി സർക്കാരിനെതിരെ പലപ്പോഴും നിശ്ചിതമായ വിമർശനം ദീപ ജോസഫ് ഉയർത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം കേസിൽ തന്റെ നിലപാട് അവർ കേരള സമൂഹത്തിന് മുന്നിൽ വ്യക്തമായി അവതരിപ്പിച്ചു. ഇടതുപക്ഷ സർക്കാർ അഡ്വക്കേറ്റ് ദീപ ജോസഫിനെ വല്ലാതെ വേട്ടയാടിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ ദീപയുടെ ചില ശത്രുക്കൾ കൂടി അണിനിരന്നിരുന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരണമെന്ന് ദീപ കേരളത്തോട് തുറന്നു പറഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വി.ഡി. സതീശൻ എത്തുന്നു എന്നറിഞ്ഞ ദീപ കേരള ഹൗസിലെത്തി വി.ഡിയെ സ്വീകരിക്കാൻ. ഏകദേശം 100-ലധികം ജൻസി പിള്ളേരും പടക്കം പൊട്ടിച്ചും ചെണ്ടകൊട്ടിയുമൊക്കെ അവർ ആഘോഷിച്ചു. അതിനിടയിൽ കേരള ഹൗസിൽ അരങ്ങേറിയ ചില നാടകങ്ങൾ. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അന്ന് റെസിഡന്റ് കമ്മീഷണർ അവിടെ ഒരു ജീവനക്കാരനെ പുറത്താക്കിയിരുന്നു. അനധികൃതമായി എടുത്ത ലീവിന്റെ പേരിലായിരുന്നു അന്നത്തെ പുറത്താക്കൽ. അയാളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടൊരു ഫ്ലെക്സ് കേരള ഹൗസിന് മുന്നിൽ സ്ഥാപിച്ചു. റെസിഡന്റ് കമ്മീഷണർ നിർദ്ദേശിച്ചതനുസരിച്ച് ഈ ഫ്ലെക്സ് ചിലർ എടുത്തുമാറ്റുകയും ചെയ്തു. അപ്പോഴതാ ഈ ജീവനക്കാരനുമായി ബന്ധമുള്ള ഒരു വനിതാ റിപ്പോർട്ടർ അവിടെ എത്തുന്നു. ഫ്ലെക്സ് വച്ചതിൻ്റെ വിശദാംശങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടാൽ ഏതോ മൃതദേഹം ഇൻക്വസ്റ്റിനായി മാറ്റിയതിന് സമാനമാണ്. ഇതിനെ ഒന്ന് പരിഹസിച്ചു ദീപ ജോസഫ്. ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന ചില കളികൾ, അതിൻ്റെ തുടർച്ചയായിരുന്നു ദീപയുടെ പരിഹാസം. ഇതോടെ വനിതാ റിപ്പോർട്ടർക്ക് ചൊടിച്ചു. ചാനലുകളൊക്കെ ലൈവായി വാർത്ത നൽകുന്ന സമയം ദീപ ജോസഫിനെ ഒന്ന് വിശദീകരിച്ചുകൊണ്ട് ചില ജേർണലിസ്റ്റുകൾ കസറാൻ നോക്കി. അതിജീവിതയെ അധിക്ഷേപിച്ച ദീപ ജോസഫ് കേരള ഹൗസിൽ സതീശനെ സ്വീകരിക്കാനെത്തി എന്ന തരത്തിലായിരുന്നു ചില റിപ്പോർട്ടുകൾ, അതും ലൈവായി. ഇത് ദീപയെ ചൊടിപ്പിച്ചു. പിന്നെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് റിപ്പോർട്ടർ ചാനലിനെയും കൈരളി ടിവിയെയും ഒക്കെ അവിടെ നിന്ന് എറിഞ്ഞുടയ്ക്കുന്ന കാഴ്ച ഏറെ രസകരമാണ്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. വേണേ പറയാം, ഈ വാർത്ത ക്യാൻസൽ ചെയ്തേ പറ്റൂ. നിങ്ങൾ ഈ വാർത്ത ക്യാൻസൽ ചെയ്തേ പറ്റൂ. മുഖ്യമന്ത്രി സ്വീകരിക്കാൻ ഞാൻ വന്നത് അതിജീവിതയുടെ കാര്യം പറയാനാണോ? നീ കുറച്ചു നേരം തന്നെ പഠിപ്പിക്കാൻ നിൽക്കുന്നല്ലോ. ഇല്ല, കുറച്ചു നേരമായിട്ടൊന്നുമില്ല. ഞാൻ വളരെ കൃത്യമായ കാര്യമല്ല മാഡം പറയുന്നത്. പക്ഷെ ആ വാർത്ത ക്യാൻസൽ ചെയ്തു. ഇല്ല, പറ്റില്ല മാഡം. നമ്മള് റിപ്പോർട്ടറോ മരമുറിയല്ലേ? മരമുറി എന്ന് പറഞ്ഞ ഒരു മോശം വർത്തമാനമാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരെ പറഞ്ഞത്. മാഡം ഒരു അഭിഭാഷകയാണ്. സ്വാഭാവികമായിട്ടും ഒരു മാധ്യമപ്രവർത്തക ഒടിയെന്നൊക്കെ വിളിക്കാൻ മാഡത്തിന് ആരാണ് അധികാരം തന്നത്? മാറി നിൽക്കാൻ റിപ്പോർട്ടറിന് ഏത് തരത്തിലുള്ള വിലക്കാണ് മാഡം ഏർപ്പെടുത്തുന്നത്? മാധ്യമ വിലക്ക് ഏർപ്പെടുത്തുന്നത് റിപ്പോർട്ടറിനോട് അല്ല മാഡം. അത് റിപ്പോർട്ടറിനോട് സംസാരിക്കാനില്ലെങ്കിൽ വേറെ ആരോടും അനാവശ്യമായ വാർത്തകൾ കൂടി സൃഷ്ടിക്കണം. എടീന്ന് വിളിച്ചതാ എന്തുകൊണ്ട്? ഒരു മാധ്യമ റിപ്പോർട്ടറിനെ ഞാൻ എന്താ റിപ്പോർട്ടർ മാറി നിൽക്കാനായിട്ട് മാഡത്തിനോട് പറയാൻ ആരോ പറയുന്നത്? എന്ത് സംഭവം? കുറെ സമയം നമ്മൾ എന്തൊക്കെയോ പറഞ്ഞുകൊടുക്കുന്നത് ശരിയായ വാർത്ത ഇവരെയാണ് ആദ്യം പുറത്താക്കേണ്ടത്. ഏത് വാർത്ത? ഒരു വനിതാ മാധ്യമപ്രവർത്തക ഒരു വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിയല്ല ഞങ്ങളുടെ ഒരു പരിധിയുടെ ഒരാൾക്ക് ഇല്ലെങ്കിൽ അത് കൊടുക്കാൻ കഴിയുക. എല്ലാവരും എത്ര ബേക്കോടിപ്പിച്ചിട്ട് ഇത്തിരി സമയം നമ്മളെ കുറിച്ച് ഒരു മോശമായിട്ട് എടുത്ത് പെരുമാറിക്കൊണ്ട് വാർത്ത കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കൊടുക്കാം, മുഖ്യമന്ത്രിയെ ഞാൻ സ്വീകരിക്കുന്നു. അഥവാ അങ്ങനെ അല്ലാത്തൊരു വാർത്ത കൊടുത്താൽ ഞാൻ കേസ് ഫയൽ ചെയ്യും. അല്ല, എന്റെ അനുവാദമില്ലാതെ ആ ഒരു ടോപ്പിക്കുമായിട്ട് ഈ കുട്ടി വന്നത് ഞാൻ കേട്ടതുകൊണ്ടാണ്. ഈ കുട്ടി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. റിപ്പോർട്ടറിനോട് എന്തുകൊണ്ട് സംസാരിക്കാൻ അതിങ്ങനെ മാഡത്തിന് കഴിയുന്നു? ഒരു മാധ്യമത്തെ മാത്രം മാറ്റി നിർത്തുക എന്ന് പറഞ്ഞത് എന്ത് ഗുണമാണോ? ഒരു ചാനലിനെ അധിക്ഷേപിക്കുക എന്നത്?
ഞാൻ എന്താണ് എനിക്ക് താങ്കളുടെ റിപ്പോർട്ട്. ദീപ ജോസഫിനെ അപമാനിച്ച് വാർത്ത നൽകിയതിന് പിന്നാലെ ദീപ പറഞ്ഞു, എൻ്റെ പേരിൽ നിങ്ങൾ വാർത്ത കൊടുക്കരുത്. ശക്തമായ ഭാഷയിലാണ് ദീപ റിപ്പോർട്ടറോട് ഇക്കാര്യം പറഞ്ഞത്. എന്നിട്ടും റിപ്പോർട്ടർ ദീപയുടെ പിന്നാലെ നടന്ന് വീണ്ടും ശല്യപ്പെടുത്തി. എൻ്റെ പേരിൽ വാർത്ത കൊടുക്കാൻ ആരാണ് നിനക്ക് അധികാരം തന്നത്? ഞാൻ കേസ് ഫയൽ ചെയ്യുമെന്ന് ദീപ ആ റിപ്പോർട്ടറോട് പറഞ്ഞു. എൻ്റെ പിറകെ നടന്ന് വാർത്ത ഉണ്ടാക്കേണ്ട കാര്യമില്ല. തൻ്റെ റെക്കോർഡ് ചെയ്ത വീഡിയോ ക്യാൻസൽ ചെയ്യാൻ ദീപ ജോസഫ് ആവശ്യപ്പെട്ടു. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇത്തരം വാർത്താ റിപ്പോർട്ടിങ്ങുകൾ. ഇക്കാര്യമാണ് ദീപ ജോസഫ് ശക്തമായ ഭാഷയിൽ അവതരിപ്പിച്ചത്. റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർമാരെ അതിരൂക്ഷമായ ഭാഷയിൽ ദീപ വിമർശിച്ചു. നിർത്തിപ്പോയിക്കൂടെ എന്നായിരുന്നു ദീപയുടെ ചോദ്യം. മരമുറി ചാനലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് റിപ്പോർട്ടറെ എടുത്തുടുക്കുന്ന ദീപ ജോസഫ്. റിപ്പോർട്ടറിനോടും കൈരളിയോടും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു മാധ്യമങ്ങളോട് സംസാരിക്കാൻ ദീപ ശ്രമിക്കുന്നു. എന്നാൽ വീണ്ടും വീണ്ടും ദീപയുടെ അടുക്കലേക്ക് അടുത്തുകൂടുന്ന റിപ്പോർട്ടറെ അവർ ആട്ടിപ്പായിക്കുകയാണ്. തൻ്റെ അനുവാദമില്ലാതെ വാർത്ത നൽകിയാൽ കേസ് കൊടുക്കുമെന്ന് ദീപ അവരെ ഓർമ്മപ്പെടുത്തി. തനിക്ക് മറ്റാരോടും പ്രശ്നങ്ങളില്ല, പ്രശ്നങ്ങളുള്ളത് കൈരളിയോടും റിപ്പോർട്ടറിനോടും മാത്രമാണ്. ദീപ ജോസഫിന്റെ സന്ദർശനത്തെക്കുറിച്ചും കേസിനെക്കുറിച്ചുമൊക്കെ തത്സമയ വാർത്ത നൽകിയ മാധ്യമപ്രവർത്തകരെയാണ് ദീപ എടുത്തുടുത്തത്. ദീപ പറയുന്നതിൽ എന്താണ് തെറ്റ്? എൻ്റെ അനുവാദമില്ലാതെ എന്നെക്കുറിച്ച് മോശമായി വാർത്ത കൊടുക്കാൻ പറ്റില്ല എന്നാണ് ദീപ ആവർത്തിച്ച് പറഞ്ഞത്. മുഖ്യമന്ത്രിയെ ദീപ ജോസഫ് സ്വീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാർത്ത കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും. ദീപ ജോസഫ് ഒരു വനിതാ അഭിഭാഷകയല്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് റിപ്പോർട്ടർ ചാനലിലെ ലേഖകൻ ചോദിക്കുന്നു. അതിന് മറുപടിയായി ദീപ പറയുന്നു, കടന്നുപോ എൻ്റെ മുന്നിൽ നിന്ന്. സോഷ്യൽ മീഡിയയിൽ ഒരാൾ എഴുതിയതിങ്ങനെ, ആ തുണ്ടു ചാനലുകളെ പഞ്ഞിക്കിട്ട ദീപ മാഡത്തിന് കേരളത്തിലെ നല്ലവരായ ജനങ്ങളുടെ പേരിലും വ്യക്തിപരമായ പേരിലും അഭിവാദ്യങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. മാഡം റോക്സ് എന്ന് തുടങ്ങി സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ ഇപ്പോൾ അഡ്വക്കേറ്റ് ദീപ ജോസഫിൻ്റെ ഈ വീഡിയോ എടുത്ത് വൈറലാക്കിയിരിക്കുകയാണ്. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ദീപ ജോസഫ്. ഏറ്റവും ഒടുവിൽ അവർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെ, ഞാൻ എൻ്റെ പരസ്യം ചെയ്യുന്നത് ചീപ്പ് ചാനലുകൾ ഉപയോഗിച്ചാണ്. വെറുതെ ഛേദമില്ലാത്ത ഉപകാരം ചെയ്യാമെന്ന് കരുതി ഒരു പണിയുമില്ലാതെ ചൊറുകുത്തിയിരിക്കുന്ന 3-4 ചാനലുകൾ അതിനായി ഞാൻ ഉപയോഗിക്കുന്നു. പക്ഷേ എനിക്ക് നയാ പൈസ ചെലവില്ല. അവരുടെ വാടകയ്ക്കെടുത്ത് സ്വന്തം വെടിക്കാറ്റ് സമീപനത്തെ തുറന്നു കാട്ടി. അന്ന് മുതൽ അവരെന്നെ തിരഞ്ഞു പിടിച്ച് പബ്ലിസിറ്റി തരുന്നു. ഞാൻ എന്തായാലും ഹാപ്പിയാണ്. കൈരതി, ഓസ് 12x2, മരരതി ഇവരൊക്കെയാണ് ഞാൻ സാധാരണയായി എൻ്റെ പരസ്യത്തിന് ഉപയോഗിക്കാറ്. ഒരു മുതൽ മുടക്കില്ലാതെ അന്തർദേശീയ തലത്തിലെത്താൻ എന്നെ സഹായിക്കുന്ന രതിമൂർച്ച ചാനലുകൾക്ക് എൻ്റെ വക ഒരു ലോലിപ്പോപ്പ് കൊടുത്താൽ പോരെ കൂട്ടുകാരെ. ഇതിന് പിന്നിൽ ഡൽഹി, നേപ്പാൾ, കേരളം, വിയറ്റ്നാം, തായ്ലൻഡ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു വക്കീലിനെയാണ് ഞാൻ ഏജൻ്റാക്കി വച്ചിട്ടുള്ളത്. ലോകത്ത് മറ്റാർക്കും കിട്ടാത്ത ഈ സുഖസൗകര്യം ഞാനൊന്ന് ആസ്വദിക്കട്ടെ. അതിനിടയിൽ ആ രതി ചാനലുകൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ നിങ്ങൾ നിർബന്ധിക്കരുത്. പൊന്മുട്ടയിടുന്ന ഈ താറാവിനെ ഞാൻ കൊല്ലൂല. എൻ്റെ കളരി പരമ്പര ദൈവങ്ങളാണ് സത്യം. പിന്നെ ഒരു സങ്കടമുള്ളത് വലിയ റീച്ചുള്ള നല്ല ചാനലുകൾ എന്നെ ഏറ്റെടുക്കാത്തത് മാത്രമാണ്. മാക്രികൾ മാത്രം കാണുന്ന ചാനലുകൾ കൊണ്ട് തൃപ്തി അടയുന്നു. കേരള ഹൗസിൽ എത്തിയവരിൽ ഒരു അഡ്വക്കേറ്റും, ആ അഡ്വക്കേറ്റിന് പണ്ടേ ദീപ ജോസഫിനോടൊരു കലിയുണ്ട്. അതയാൾ പല വിധത്തിൽ തീർക്കാൻ നോക്കുന്നു. തിരികെ ദീപ ജോസഫും. ഇതാണ് പലപ്പോഴും പ്രശ്നങ്ങളുടെ ഉറവിടം. എന്നാൽ മറ്റു ചിലരുടെ പേഴ്സണൽ ഗ്രഡ്ജിനിടയിൽ എന്തിനാണ് മാധ്യമപ്രവർത്തകർ കയറി ബാന്തുന്നത്? തിരിച്ച് ദീപ ജോസഫ് ചില ചാനലുകളെ ഇന്നലെ എടുത്തുടുക്കുന്നത് കണ്ടാൽ നമുക്ക് പോലും സങ്കടം തോന്നും. റിപ്പോർട്ടറെയൊക്കെ ആട്ടിപ്പായിക്കുകയാണ് ദീപ, ഒപ്പം കൈരളിയെയും. ദീപ ജോസഫ് തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ, ഇന്ന് അർദ്ധരാത്രി ഏതാണ്ട് 12:30 ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ കേരള ഹൗസിലെത്തുന്നത് എല്ലാ ചാനലുകൾക്കും വലിയ വാർത്തയായി. പാതിരാത്രിയിലും ഉഷ്ണം പോലും വകവെക്കാതെ 100-ലധികം ആളുകൾ മുഖ്യമന്ത്രിയെ കാണാൻ തടിച്ചുകൂടി. പടക്കം പൊട്ടിച്ചും ചെണ്ടകുട്ടിയും പുഷ്പാർച്ചന നടത്തിയും ജൻസി മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. എന്നാൽ രതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന 2 ചാനലുകൾ അവിടെയും രതി ജീവിതങ്ങളെ താലോലിക്കുന്നത് കണ്ടു. മരമുറിയും കൈരതിയും. അവരുടെ വാർത്തയും അതുതന്നെയായിരുന്നു. ഉദ്ദേശം മുഖ്യമന്ത്രിയുടെ വരവും സ്വീകരണവും കലക്കുക എന്നത്. അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷമുണ്ട്. കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതും ഭരണം മാറിയതും അറിയാത്ത 2 ചാനലുകൾ. എനിക്ക് നല്ല മനുഷ്യരുടെ ഇടയിൽ മാക്സിമം മൈലേജ് കൂട്ടിക്കിട്ടുന്ന ഈ ഏർപ്പാട് ഞാൻ ആസ്വദിക്കുന്നു. എന്തായാലും ഇന്നലെ ദീപ അങ്ങ് പൊളിച്ചു. 2 ചാനലുകളെയും എടുത്തുടുത്തു. ബാക്കി സ്ക്രീനിൽ. മാഡം അഭിഭാഷകയല്ല. മുഖ്യമന്ത്രി സ്വീകരിക്കാൻ ഞാൻ വന്നത് അതിജീവിതയുടെ കാര്യം പറയാനാണോ?
നീ കുറച്ച് നേരം തന്നെ പഠിപ്പിക്കാൻ നിൽക്കുന്നല്ലോ. ഇല്ല കുറച്ചു നേരമായിട്ടൊന്നുമില്ല, ഞാൻ വളരെ കൃത്യമായ കാര്യമല്ല മാഡം പറയുന്നത്. പക്ഷേ ആ വാർത്ത ക്യാൻസൽ ചെയ്തു. ഇല്ല പറ്റില്ല മാഡം, നമ്മൾ ഇതേതാ റിപ്പോർട്ടറോ മലമുറിയല്ലേ? മരമുറി എന്നൊന്ന് പറഞ്ഞ അങ്ങനെ അധിക്ഷേപിക്കാൻ പറ്റില്ല. മാഡം ഒരു മോശം വർത്തമാനമാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരെ പറഞ്ഞത്. മാഡം ഒരു അഭിഭാഷകയാണ്, സ്വാഭാവികമായിട്ടും ഒരു മാധ്യമപ്രവർത്തകർ ഓടിയെന്നൊക്കെ വിളിക്കാൻ മാഡത്തിന് ആരാണ് അധികാരം റിപ്പോർട്ടർ ഒന്ന് മാറി നിന്നെങ്കിൽ പിന്നെ സംസാരിക്കാൻ റിപ്പോർട്ടറിനോ മാറി നിൽക്കാൻ റിപ്പോർട്ടറിന് ഏത് തരത്തിലുള്ള വിലക്കാണ് മാഡം ഏർപ്പെടുത്തുന്നത്? മാധ്യമ വിലക്ക് ഏർപ്പെടുത്തുന്നത് റിപ്പോർട്ടറിനോട് അല്ല മാഡം, അത് എന്താണ്? എനിക്ക് റിപ്പോർട്ടറിനോട് സംസാരിക്കാനില്ല, കൈരളിയോട് സംസാരിക്കാനില്ല. റിപ്പോർട്ടറിനോട് സംസാരിക്കാനില്ലെങ്കിൽ വേറെ ആരോടും എന്നെക്കുറിച്ച് അനാവശ്യമായ വാർത്തകൾ ഈ കൂടി സൃഷ്ടിക്കണം. എടീന്ന് വിളിച്ചതാ എന്തുകൊണ്ട്? ഒരു മാധ്യമ റിപ്പോർട്ടറിന്റെ ഞാൻ എന്താ റിപ്പോർട്ടർ മാറി നിൽക്കാനായിട്ട് മാഡത്തിനോട് പറയാൻ ആരാ പറയുന്നത്? എന്ത് സംഭവം കുറേ സമയം നമ്മൾ എന്തൊക്കെയോ പറഞ്ഞുകൊടുക്കുന്നത് ശരിയായ വാർത്ത തെറ്റായ വാർത്ത ഇവരെയാണ് ആദ്യം പുറത്താക്കേണ്ടത്. ഏത് വാർത്ത? ഒരു വനിതാ മാധ്യമപ്രവർത്തക ഒരു വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിയല്ല ഞങ്ങളുടെ ഒരു പരിധിയുടെ ഒരാൾക്കും ഇല്ലെങ്കിൽ അത് കൊടുക്കാൻ കഴിയുക. എല്ലാവരും എപ്പോഴും ബേർപ്പിടിപ്പിച്ചിട്ട് എന്റെ അനുവാദമില്ലാതെ ഇത്തിരി സമയം നമ്മളെ കുറിച്ച് ഒരു മോശമായിട്ട് എടുത്ത് പെരുമാറിക്കൊണ്ട് പോയി. അനുവാദമില്ലാതെ എന്നെ കുറിച്ച് ഒരു വാർത്ത കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കൊടുക്കാം, മുഖ്യമന്ത്രിയെ ഞാൻ സ്വീകരിക്കുന്നു. അഥവാ അങ്ങനെ അല്ലാത്തൊരു വാർത്ത കൊടുത്താൽ ഞാൻ കേസ് ഫയൽ ചെയ്യും. റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ പണിയല്ല. അല്ല, ഞാൻ എന്റെ അനുവാദമില്ലാതെ ആ ഒരു ടോപ്പിക്കുമായിട്ട് ഈ കുട്ടി വന്നത് ഞാൻ കേട്ടതുകൊണ്ടാണ്. വളരെ മോശമാണ്. ഈ കുട്ടി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു. എനിക്ക് താല്പര്യമില്ല. റിപ്പോർട്ടറിനോട് എന്തുകൊണ്ട് സംസാരിക്കാൻ അതിങ്ങനെ മാഡത്തിന് കഴിയുന്നു? ഒരു മാധ്യമത്തെ മാത്രം മാറ്റി നിർത്തുക എന്ന് പറഞ്ഞത് താങ്കളുടെ ഗുണം കൊണ്ടാണ്. എന്ത് ഗുണമാണോ ഒരു ചാനലിനെ അധിക്ഷേപിക്കുക എന്നത്? ഞാൻ എന്താണ് എനിക്ക് താങ്കളുടെ